മരങ്ങളൊക്കെ ചെറുതായിട്ട് ഒടിച്ചിട്ടുണ്ട് സൈഡിലെല്ലാം. അങ്ങനെ നമ്മൾ അമ്പനാട് ഹിൽസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഇതാണ്. അമ്പനാട് ഹിൽസിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. കയറ്റി വിടുമെന്ന് അറിയാൻ വയ്യ. കയറ്റി വിട്ടാൽ നമുക്ക് അതിലേ പോകാം. ഒരുപാട് കാഴ്ച കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എൻട്രൻസ് ഫീസ് ഒരു 100 രൂപ. ബൈക്കിനാണ് 100 രൂപ. കാറിന് 500 രൂപ അല്ലേ? കാറിന് 500 രൂപ. അപ്പോൾ അവർ കാറിൽ വന്ന് അവർക്ക് 500 രൂപയാണ്. നമ്മൾ ബൈക്കിൽ വരുന്നത് 100 രൂപ. ആ വാസർ എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ കയറിപ്പോ. അപ്പോൾ കാറിനകത്ത് വന്നവർക്ക് അവർക്ക് 500 രൂപയാണ് കേട്ടോ. കാർ അതിനകത്തോട്ട് കയറുന്നതിന് 500 രൂപയാണ്. പിന്നെ മുകളിലോട്ട് ഞാൻ പറഞ്ഞ റൂട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേ പോകണ്ട, ഇപ്പോൾ ഡേഞ്ചറാണ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് നേരെ ഇവിടെ നിന്ന് അച്ചൻകോവിലോട്ട് പോകാൻ പറ്റും. അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ അടുത്ത് ചെന്നിറങ്ങാൻ പറ്റും. അപ്പോഴത്തേക്ക് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ ആണ്. പുലിയും ആനയും കരടിയൊക്കെ ഉള്ള റോഡും മോശമാണ്. മെറ്റിലൊക്കെ ഇട്ട റോഡാണ്. ചെറിയ റോഡാണ്. റോഡല്ല, ഒരു നട വഴി കണക്കുള്ള സംഭവമാണ്. അത് ഫോറസ്റ്റുകാരുടെ അവരുടെ സർവീസ് റോഡാണ്. അപ്പോൾ അതിലേക്കൂടെ ആണ് നമ്മൾ പോകേണ്ടുള്ളത്. അപ്പോൾ അത് ഡേഞ്ചർ സ്ഥലമാണ്. അപ്പോൾ അതിലേ പോകണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപയാണ് ബൈക്കിന്. അപ്പോൾ ബൈക്കിന് എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് വാങ്ങിച്ചൊന്നുമില്ല. പോകാൻ പറഞ്ഞു. അപ്പോൾ അതിലേക്കൂടെ മുകളിൽ അവരറിയാതെ അങ്ങ് നമുക്ക് അവിടെ ഒരു ചായക്കടയുണ്ട് കേട്ടോ. ഒരു ചെറിയ ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് ആ ചായക്കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു ചായക്കടയുണ്ട്. അണ്ണാ ചായ ഉണ്ടോ? ഉണ്ടോ? ആ ഒരു ചായ. അപ്പോൾ ഒരു ചായക്കടയാണത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കടയൊന്നുമില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത്. ചെറിയ സ്നാക്സ്, ബിസ്ക്കറ്റ് ഒക്കെ ഉള്ളു ഇവിടെ. ഒരു ചെറിയ ചായക്കട. ഏറ്റവും കാര്യം ഉണ്ട്. അല്ല ഇവന് പേടിയാ. ഇവന് കൂടുതൽ തീറ്റി കാണത്തില്ല. മറ്റൊന്നും കൊണ്ട് അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു ഗ്രാമത്തിലെത്തി. ഒരു ചെറിയ റോഡെല്ലാം പോയി കിടക്കുക, മൊത്തം പോയി കിടക്കുക. മെറ്റിലായിട്ട് കിടക്കുക റോഡെല്ലാം. അപ്പോൾ ഇതിനകത്ത് കറങ്ങാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊന്നുമല്ല, ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ റോഡ് നിങ്ങൾ കണ്ടോ? റോഡെല്ലാം പോയി കിടക്കുകയാണ്. റോഡൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ജോലിക്കാരാന്ന് തോന്നുന്നു. നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരാളും മാനമൊന്നുമില്ല. നല്ലൊരു ഇറക്കമല്ല കേട്ടോ. നമ്മളെ വീഡിയോയിൽ എത്ര കാണുന്നതെന്ന് അറിയാൻ പറ്റും. നല്ല കുത്തനെ കിടക്കുന്നൊരു ഇറക്കമാണ്. അതുകൊണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം. നോക്കുന്നിടം എല്ലാം വെള്ളച്ചാട്ടവും മയിലും ഒക്കെ തന്നെ.
അടിപൊളിയാണ്, അടിപൊളി, സൂപ്പർ, അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലമാണ്. ഓടി ഇങ്ങ് വന്നു കേട്ടോ, വഴിയൊന്ന് മാറിപ്പോയി ഓടി വന്നത് ഇങ്ങനെയുള്ള ഏരിയയിലോട്ടാണ്. തിക്ക് ഫോറസ്റ്റ് ഏരിയ, നടുക്കൊരു റോഡാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതാണ്ട് ഇതെല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആനപ്പിണ്ടം ഇവിടെ കിടപ്പുണ്ട് കണ്ടോ. അപ്പം ആ വണ്ടി ഞാൻ തിരിച്ച് ഇവിടെ ആന അല്ല വേറെ മൃഗങ്ങളുണ്ടോ? ഒന്നുമില്ലല്ലേ? രാത്രിയൊക്കെ ഇറങ്ങും, കാട്ടുപോത്തൊക്കെ ഇറങ്ങും. ആനല്ലേ? ഞാൻ വന്ന വഴി കണ്ട ആന അവിടെ താഴെ. ജീപ്പി വന്നപ്പോ അത് തന്നെ അവര് തന്നെ പറഞ്ഞു തരരുതല്ലേ? ആ അങ്ങോട്ടല്ലേ? ആ ടവറിന്റെ അടുത്ത് നല്ല സ്ഥലം. ആ ഇത് കാട് ഞാൻ തിരിച്ചത് കണ്ടിട്ട് ഒരു വാരി കിടക്കുന്നു. ശരി, ആ ശരി എന്നാ, ശരി. നേരെ പോണല്ലേ? എന്താ പണിക്ക് പോണ്? ഇല്ലല്ലേ? തൊഴിലുറപ്പിന്റെ പണിയല്ലേ? റിട്ടയർഡ് ആയല്ലേ? അണ്ണ എസ്റ്റേറ്റിലെ പണിയായിരുന്നു, പഞ്ചായത്തിലെ. ശരി, കൊല്ലം. ഇല്ലല്ലേ, ഞാൻ മതിയാക്കി തിരിച്ചു പോവേ. കണ്ടപ്പോ എനിക്ക് വല്ലാതെ തോന്നി ഇതൊക്കെ ഇടിച്ചിട്ടിട്ട്. ആ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. ശരി എന്നാ അന്നേരം. ശരി. ആ ഓ ശരി ശരി. ഞാൻ വളവ് ശ്രദ്ധിച്ചാ നോക്കി പോകത്തോളൂ. കയറി വരുന്നത് ആ വരണ്ടു. വണ്ടി പെട്ടെന്ന് വളയ്ക്കാനും ഒക്കത്തില്ല നമുക്ക്. ഓ ശരി. വണ്ടി ഓടിച്ച് ഇവിടെ വന്നപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മണ്ണൊക്കെ ഇടിഞ്ഞ് ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്, ഫുള്ള് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ രണ്ട് ആ ചേട്ടനും ആ അമ്മച്ചിയും കൂടെ വന്നത്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പൊക്കോളൂ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, നമുക്ക് ഒന്നും ചെയ്യാനില്ല. മൊത്തം ആന ഇറങ്ങി പൂന്തി വിളയാടിയിരിക്കുക. ഇവിടെ മൊത്തം ആനപ്പിണ്ടവും അവിടെ മൊത്തം അവിടെ കുന്നെല്ലാം ഇടിച്ച് ഇങ്ങനെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട, പോകാൻ പറഞ്ഞു. പിന്നെ ഫോറസ്റ്റ് ഏരിയ അങ്ങോട്ടൊക്കെ പോയാൽ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, തിരിച്ച് വണ്ടി അങ്ങ് തിരിച്ച്. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അവർ പറഞ്ഞണ്ട, വളവൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടൊക്കെ പോകാവും. നിന്ന് വണ്ടി നിർത്തിയിട്ട് നോക്കണം വളവിൽ ആനയൊക്കെ നിൽക്കുന്നതുകൊണ്ട്, എന്നിട്ടേ നമ്മളങ്ങനെ കയറി പോകാവൂ. ഇല്ലേ നമുക്ക് പണി കിട്ടും. ഞാൻ കാണിച്ചു തരാം ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക്. മോളിൽ കണ്ടോ ആ മണ്ണെല്ലാളെ കിടക്കുന്നില്ല, അതൊക്കെ ആന ഇറങ്ങി വരുന്നേ മോളിൽ നിന്ന്. ഉച്ചയ്ക്കും പകലും എല്ലാം ഉണ്ടെന്ന്. ആനയെ, കാട്ടുപോത്ത്, പിന്നെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ രാത്രി ഇറങ്ങത്തുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാട്ടുപോത്ത് ആനയൊക്കെ പകലൊക്കെ ഇറങ്ങി നടക്കും. പിന്നെ മയിൽ, അത് ഇത് ചെറിയ മുള്ളം പന്നി ഒക്കെ കാണും. പിന്നെ ഈ പുലി, പുലിയൊക്കെ രാത്രിയൊക്കെ ഇറങ്ങത്തുള്ളൂ. സിംഹമൊന്നുമില്ല, പുലി ഒക്കെ രാത്രി ഇറങ്ങും. എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് പോവാം നമുക്ക്. വെറുതെ ആനയുടെ ചവിട്ട് കൊണ്ട് ചാവണ്ട.
സാധ്യതയുണ്ട് കേട്ടോ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നല്ല ഇരുട്ടി അടച്ച് കിടക്കുക. ഞാൻ മാത്രമേ ഉള്ളൂ ഇത് റൂട്ടിൽ, വേറെ ആരുമില്ല. ഇന്ന് പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ഇറങ്ങത്തില്ലായിരിക്കും. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ മഴയത്ത് വന്നു കഴിഞ്ഞാൽ പണിയാണ്. ആനയും അധികമൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് കൂടുതൽ ആൾക്കാർ ഇറങ്ങത്തില്ല. ഭയങ്കര മഴ പോകുന്നു. എന്തായാലും നമുക്കിപ്പോൾ ഇതെല്ലാം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. മൊത്തം ഇത് തന്നെ. നമുക്ക് ഇനി ഇവിടെ ഒരു ടവറുണ്ട്, ഒരു പാറയുണ്ട്. നമുക്ക് ആ പാറ എടുത്ത് പോകാം. ചില ആൾക്കാർ വന്നിട്ട് ആ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് അകത്ത് കയറി ആ ടവറിൻ്റെ അടുത്തൊക്കെ പോയിരുന്നിട്ട് തിരിച്ചു. അതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത് കയറി നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ വരുമ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തെ വരണം. നല്ല ഇരുട്ടി അടച്ചിട്ടോ, നല്ല ഇരുട്ടി അടച്ചിടയ്ക്കണം. താഴോട്ടൊക്കെ വഴിയുണ്ട്. ഇരുട്ടായതുകൊണ്ടൊന്നും അങ്ങോട്ട് പോകുന്നില്ല. നേരെ അപ്പോൾ അവർ പറഞ്ഞ് ഈ വളവൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. ആന നിൽക്കുന്നത് നമുക്കറിയാനോ പറ്റില്ല. അപ്പോൾ അമ്പനാട് ഹിൽസിലുള്ള ഒട്ടുമിക്ക കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇച്ചിരി വലിയ വീഡിയോ ആണ്. അപ്പം നമുക്ക് കയറി വരാനും പോകാനുമുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ അന്തരീക്ഷം മോശമാണ്. അപ്പം മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പിന്നെ ആന ഇറങ്ങി നമ്മളതൊക്കെ ഇപ്പോൾ പോകുന്നത് നമ്മൾ ഇതിലേക്കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചൻകോവിൽ ക്ഷേത്രത്തിനടുത്ത് ചെല്ലാം. പക്ഷേ നമുക്ക് പോകാനൊക്കത്തില്ല. കാരണം ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മളെ അതിലേക്ക് കയറ്റി വിടത്തില്ല. അത് മാത്രമല്ല, കയറ്റി വിട്ട് ഞാനൊരു പ്രാവശ്യം വന്നതാണ് അതിൽ. ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന തിക്ക് ഫോറസ്റ്റാണ്. ഇതേക്കണ റോഡൊന്നുമല്ല, മൊത്തവും മെറ്റിലിട്ട വഴിയാണ്. ഓഫ് റോഡാണ്. അപ്പോൾ അമ്പനാട് ഹിൽസ് പൊളിയാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് പോകാൻ. ഇവിടെ ഒരു കുരങ്ങന്മാരും കൂടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ കുരങ്ങന്മാർ ഉള്ള സ്ഥലത്ത് ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യത കുറവാണ്. കുരങ്ങന്മാർ ഇല്ല ഇവിടെ കേട്ടോ. ഇവിടെയൊക്കെ ഈ മൃഗങ്ങളൊക്കെ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിട്ട് ഉണ്ടാവാം. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവിടെയൊക്കെ പൊളിയല്ലേ, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഈ പിന്നെ കൃഷിത്തോട്ടങ്ങളൊക്കെ നല്ല ഏലം കുരുമുളക് തേയില ഇതൊക്കെ തന്നെയാണ് എൻ്റെ നാട്. അതോടെ മൊത്തം ആനപ്പിണ്ടമാണോ. ഒരു ടവറുണ്ട്. ആ ടവർ വരെ പോകാം. പോയിട്ട് നമുക്ക് തിരിച്ച് എന്നിട്ട് വേറൊരു റൂട്ടിൽ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഇതാണ്ട ആന വന്ന് പൂന്ത് വിളയാടിയിരിക്കുന്നു. ഇവിടുത്തെ കവുങ്ങൊക്കെ മറിച്ചിട്ടിരിക്കുക. അവരാണ് കുറച്ച് നോക്കെ എത്ര എണ്ണം. അപ്പോൾ ഒരുപാട് കവുങ്ങുകൾ മറിച്ചിട്ടിരിക്കുകയാണ്. ഇതുണ്ട്, ആന ഇറങ്ങുന്ന സ്ഥലമാണിത്. അങ്ങനെ ഞാൻ അമ്പനാട് ഹിൽസിൻ്റെ ഇവിടെ ഒരു പാറയുണ്ട് കേട്ടോ. പാറയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കൂടെ ഇപ്പോൾ ഒരു ടവറുണ്ട്. ആ ടവർ വരെ പോകാൻ പറ്റും. 2 കിലോമീറ്റർ ഉണ്ടോയെന്ന് അറിയത്തില്ല. കുറച്ചും കൂടെ പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ ടവറുണ്ട്. ആ ടവറിൻ്റെ അവിടം വരെ പോവാം. അപ്പോൾ നാണ്ട് ആ കാണുന്നതാണ് ഇവിടുത്തെ അമ്പനാട് തേയില ഫാക്ടറി. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് അവധിയാണ്. ഇന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കയറാമായിരുന്നു. പക്ഷേ ഇന്ന് അവധിയാണ്. 100 രൂപ കൊടുക്കണം നമ്മൾ അതിനകത്ത് കയറുന്നതിന്. അപ്പോൾ അതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, അടിപൊളി വ്യൂ അല്ലേ. എത്ര കാണുന്നത് നമുക്കറിയാൻ വയ്യ. നല്ല അടിപൊളി താഴ്ചയാണ് കേട്ടോ. നമ്മളെ ക്യാമറയിൽ കൂടെ എത്ര കിട്ടുന്നത് നമുക്കറിയാൻ വയ്യ. ഭയങ്കരമായ താഴ്ചയാണ്. ഇവിടെ നിൽക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. വരുന്ന വഴിയിലെല്ലാം ആനപ്പിണ്ടങ്ങളാണ് കണ്ടത്. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ കൂടുതൽ ആനയാണ് കേട്ടോ. ഇവിടെ ഡേഞ്ചറാണ് ആന. നമുക്കറിയാക്കത്തില്ല ആന നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ. അത് നോക്കി ഇറങ്ങാം. അവിടെ വഴുക്കൽ കാണും. മാമ്പഴത്തറയാണ് ആ ഉള്ളിലോ. ആ കാണുന്ന വലിയ മലയിലൊക്കെ മാമ്പഴത്തറ പോകുന്ന റൂട്ടുകളാണ്. തേയില ഫാക്ടറിയുടെയൊക്കെ അപ്പുറത്തൂടെയാണ് മാമ്പഴത്തറയൊക്കെ. ആ റൂട്ട് നമ്മൾ മുമ്പൊരു അന്നൊരു വീഡിയോ ചെയ്ത സ്ഥലമാണത്.